പാട്ട് മാറിയെന്ന്. മിസ്റ്റർ സലീം, ഈ പാട്ടാണോ ഞങ്ങൾ തന്നത്? അയ്യോ, സോറി. ആ പെൻഡ്രൈവ് എടുത്ത് ഞാൻ മറന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങളുടെ വല്ല ഏതെങ്കിലും പാട്ടിട്. അതെങ്ങനെ ചെയ്യാം? മണ്ണിന് മീതെയുള്ള എല്ലാ പാട്ടും ഡാൻസും ഈ ജഗന്നാഥന് സമമാണ്. അതെങ്ങനെ? ഇവിടെ ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ലല്ലേ, അതുപോലെ കളിക്കാം. എനിക്ക് പിന്നെ ഒരു ഈശ്വര പ്രാർത്ഥനയും തുടങ്ങാം. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ടുകളൊന്നും എനിക്ക് തോന്നാൻ അവന്മാർക്ക് ചേഞ്ച് വേണമേ. അതിലേക്ക് മധുപകരും പലചൊരിയും കേരളത്തുള്ളതല്ല നാടോടി നൃത്തം, അതൊരു തപസ്യാണ്. ആ നൃത്തസാഗരത്തിന് മുമ്പിൽ അന്തവിടെ പണ്ടാറങ്ങി വരുന്ന ഒരു കുട്ടിയുണ്ട്. അതെ, ഈ കൂട്ട് നിന്റെ ഇവിടെ ഒരാൾ പഠിക്കാൻ പറ്റുമ്പോ ആളുകൂടെ വായിച്ചു Seriosa, सवारी गिरी कई कदमों में
കണ്ടിട്ട് ഞെട്ടിപ്പോയോ ഇല്ലേ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടാത്ത നിങ്ങൾ വിചാരിക്കുന്ന എന്റെ അപ്പുറത്തെ കഴിവുകൾ അങ്ങനെ കളിതുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് തുളി കൊത്തിയ പാടന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ പെണ്ണാണ് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് സാറേ ചോദിക്കണം സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. അന്നത്തെ സാധനം വെച്ച് മിസ്സിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. Thank you, thank you. ഡാനി, ഡാനി, ഡാനി. ഇത് പിടിച്ച്. എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയായിട്ട് കളിക്കരുത്. ഞാൻ ചുമ്മാ ഇരി. ദൈവം കണ്ടിട്ടുണ്ട്. എന്താ കാണാം? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാവായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ൂരകൾ തോറും നമ്മുടെ അടിപതരാതെ ബാക്ക്ബോർഡ്. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാനുണ്ടോ? എന്താണാവോ ഇത് പണ്ടാവില്ല.